നമ്മുടെ വീടുകളിലുള്ള പഴയ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ ഇനി ആരും കളയരുത്. ഇതുകൊണ്ട് നമുക്ക് അടുക്കള ജോലി എളുപ്പമാക്കാനുള്ള ഒരുപാട് ഉപയോഗങ്ങളുണ്ട്. വീഡിയോ ഫുള്ളായും ഒന്ന് കണ്ടു നോക്കുക. ഇത് തീർച്ചയായും നിങ്ങൾക്ക് ഉപകാരപ്പെടും. നമ്മുടെ ആദ്യത്തെ ടിപ്പ്, നമ്മളിൽ പലർക്കും സംഭവിക്കാറുള്ള ഒരു കാര്യമാണിത്. നമ്മൾ രാത്രിയിൽ അരി അരച്ചു വെച്ച ശേഷം രാവിലെ നോക്കുമ്പോൾ ഇങ്ങനെ മാവ് പൊന്തി പുറത്തേക്ക് വീണ് ആകെ നാശമാകാറുണ്ട്. നല്ല ചൂടുള്ള സമയങ്ങളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത്. ഇങ്ങനെ മാവ് പുറത്തേക്ക് പോകാതിരിക്കാനായി ഈ ടിപ്പൊന്ന് ചെയ്തു നോക്കൂ. കുക്കറിനുള്ളിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. നോർമൽ ടെമ്പറേച്ചറിലുള്ള വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത്. ഇതിന് മുകളിലായി ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം നമ്മൾ അരച്ചെടുത്ത മാവ് കുക്കറിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന ഒരു പാത്രത്തിലാക്കി എടുത്ത് കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇനി ഈ പാത്രത്തിൻ്റെ അടപ്പടച്ചു കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പ് കൂടി അടച്ചു കൊടുക്കുക. രാവിലെ ആകുമ്പോഴേക്കും മാവ് നല്ലപോലെ പൊന്തി വന്നാലും ഒട്ടും തന്നെ പുറത്തേക്ക് വീഴില്ല. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, നമ്മൾ വെച്ച് കൊടുക്കുന്ന പാത്രത്തിൻ്റെ പകുതി ഭാഗം മാത്രമേ മാവ് ഒഴിച്ചു കൊടുക്കാവൂ. മാവ് പൊങ്ങി വരാനുള്ള സ്ഥലം ഉണ്ടാവണം. അതുപോലെ തന്നെ നല്ല തണുപ്പുള്ള ദിവസങ്ങളിലൊക്കെ നമ്മൾ അപ്പത്തിനുള്ള മാവൊക്കെ അരച്ച് വെക്കുമ്പോൾ പലപ്പോഴും അത് പുളിച്ച് പൊങ്ങി വരാറില്ല. മാവ് നന്നായി പൊങ്ങി വരാനായി ഈ ടിപ്പ് ചെയ്താൽ മതി. കുക്കറിൽ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി ഈ മാവ് അടച്ചു വെച്ച് കൊടുക്കുക. രാത്രിയിൽ ഇങ്ങനെ വെച്ച് കൊടുത്താൽ രാവിലെ നമുക്ക് നല്ല സോഫ്റ്റ് ദോശ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയും ചൂടുള്ള സമയത്തായാലും 1-2 മണിക്കൂറിനുള്ളിൽ മാവ് പെട്ടെന്ന് പുളിച്ച് കിട്ടാനായി ഈ ടിപ്പൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഇഡലിയോ അപ്പമോ ഒക്കെ ഉണ്ടാക്കിയ ശേഷം ബാലൻസ് വരുന്ന മാവ് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. പിറ്റേ ദിവസം അത് പുറത്തെടുത്ത് ഉണ്ടാക്കാനായി എടുക്കുമ്പോൾ പലപ്പോഴും ശരിയാകാറില്ല. കട്ടി പിടിച്ചിരിക്കും, നല്ല സോഫ്റ്റായി കിട്ടില്ല. നമ്മൾ ആദ്യത്തെ ദിവസം ഉണ്ടാക്കിയതുപോലെ തന്നെ പിറ്റേ ദിവസവും നല്ല സോഫ്റ്റ് അപ്പം കിട്ടാനായി ഈ സൂത്രം തന്നെ ചെയ്താൽ മതി. ഇതുപോലെ തന്നെ കുക്കറിലേക്ക് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്ത് സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് മുകളിലായി മാവ് വെച്ച് കൊടുക്കുക. കുക്കർ അടച്ചു കൊടുത്ത് ഒരു അരമണിക്കൂർ മാത്രം വെയിറ്റ് ചെയ്താൽ മതി. അരമണിക്കൂർ കൊണ്ട് തന്നെ പുറത്തെടുത്ത് നമ്മൾ ആദ്യത്തെ ദിവസം എങ്ങനെ അപ്പം ഉണ്ടാക്കിയോ അതുപോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള അപ്പം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ചില ദിവസങ്ങളിലൊക്കെ നമ്മൾ ചോറ് വെക്കുമ്പോൾ ഒരുപാട് ബാലൻസ് വരാറുണ്ട്. നമ്മളത് ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെക്കും. അല്ലെങ്കിൽ 2-3 ദിവസത്തേക്കുള്ള ചോറൊക്കെ ഒരുമിച്ച് വെച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കുന്നവരുമുണ്ട്. പിറ്റേ ദിവസം അതെടുത്ത് വെള്ളം ഒഴിച്ചു കൊടുത്ത് വീണ്ടും തിളപ്പിച്ചെടുക്കാറാണ് പതിവ്. അങ്ങനെ ചെയ്യുമ്പോൾ ചോറിൽ പലപ്പോഴും വെള്ളം പിടിക്കാറുണ്ട്, അല്ലെങ്കിൽ പഴയ ചോറിൻ്റെ ഒരു സ്മെല്ലും വരാറുണ്ട്. ഇങ്ങനെയൊന്ന് ചെയ്തു നോക്കൂ. നമ്മൾ ഇപ്പോൾ ഉണ്ടാക്കിയ പുതിയ ചോറ് പോലെ തന്നെ നമുക്ക് കഴിക്കാൻ പറ്റും. നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത ചോറ് 2 പ്രാവശ്യം വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ കഴുകിയെടുക്കുക. ചോറിലെ വെള്ളം മുഴുവനായും മാറ്റിയ ശേഷം കുക്കറിനുള്ളിലേക്ക് വെക്കാൻ പറ്റുന്ന അളവിലുള്ള ഒരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി കുക്കറിനുള്ളിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത ശേഷം അതിന് മുകളിലായി ഈ പാത്രം വെച്ച് കൊടുക്കുക. ഇനി കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുത്ത് ചൂടാക്കിയെടുക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഉരി മാറ്റിയ ശേഷം വേണം ചൂടാക്കിയെടുക്കാൻ. കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ ചോറ് നല്ലതുപോലെ ചൂടായി കിട്ടും. നമ്മൾ ഇപ്പം വെച്ച പോലെ പുതിയ ചോറ് പോലെ തന്നെ കിട്ടും. കണ്ടോ, ഒട്ടും തന്നെ അടുക്കി പിടിക്കാതെ പുതുപുത്തനായി തന്നെ കിട്ടിയിട്ടുണ്ട്. ചോറിലെ വെള്ളം മുഴുവനായും പിഴിഞ്ഞു മാറ്റിയ ശേഷം വേണം ഇങ്ങനെ ചൂടാക്കിയെടുക്കാൻ. നമ്മൾ സെർവ് ചെയ്യുന്ന സമയം വരെ ഈ കുക്കറിൽ തന്നെ ചൂടോടുകൂടി തന്നെ അടച്ചു സൂക്ഷിക്കാനും പറ്റും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ പഴയ കുക്കറുകൾ മാത്രം മതി. പുതിയ കുക്കറിൽ നമുക്ക് മറ്റ് കറികൾ ഉണ്ടാക്കാനും പറ്റും. അടുത്ത ടിപ്പ്, നമ്മൾ ചപ്പാത്തി മാവ് കുഴച്ച ശേഷം ബാലൻസ് വരുന്നത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചു വെച്ച് ഉപയോഗിക്കാനായി എടുക്കുമ്പോൾ അതിൻ്റെ തണുപ്പ് മാറ്റാനായി കുറേ സമയം പുറത്ത് വെക്കേണ്ടി വരും. ഇങ്ങനെയൊന്ന് ചെയ്താൽ 5 മിനിറ്റ് കൊണ്ട് തന്നെ ഈ മാവിൻ്റെ തണുപ്പ് മാറ്റി നമുക്ക് അടിപൊളി ചപ്പാത്തി ഉണ്ടാക്കാൻ പറ്റും. കുക്കറിലേക്ക് നല്ല ചൂടുള്ള വെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു സ്റ്റാൻഡോ അല്ലെങ്കിൽ ഇതുപോലൊരു ബൗള് കമിഴ്ത്തിയോ വെച്ച് കൊടുക്കുക. അതിന് മുകളിലായി ഈ ചപ്പാത്തി മാവ് അടച്ചു വെച്ച് കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുക്കുക. 5 മിനിറ്റ് കൊണ്ട് തന്നെ മാവ് നല്ല സോഫ്റ്റായി കിട്ടും. ഈ മാവ് വെച്ച് നമുക്ക് നല്ല അടിപൊളി ചപ്പാത്തി തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇനിയും ചപ്പാത്തി മാവ് കുഴച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളവർക്കും ഇങ്ങനെ മാവ് വെച്ച് കൊടുത്താൽ നല്ല സോഫ്റ്റ് ആക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഇതുപോലൊന്ന് ചെയ്തു നോക്കുക. നല്ല റിസൾട്ട് തന്നെ കിട്ടും. കണ്ടോ, നമ്മുടെ ചപ്പാത്തി എത്രമാത്രം സോഫ്റ്റ് ആയിട്ടുണ്ടെന്ന്. അടുത്ത ടിപ്പ്, ഒരു തുള്ളി എണ്ണ പോലും ഇല്ലാതെ നോൺ വെജ് ഐറ്റംസ് എല്ലാം നമുക്ക് കുക്കറിൽ തന്നെ വറുത്തെടുക്കാൻ പറ്റും. കുക്കർ നല്ലതുപോലെ ചൂടായ ശേഷം ഒരു വാഴയില കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. ഇതിന് മുകളിലായി ഫ്രൈ ചെയ്യാനുള്ള മീനോ ചിക്കനോ എന്തായാലും വെച്ച് കൊടുക്കുക. ഞാൻ മീനാണ് വെച്ച് കൊടുക്കുന്നത്. ഇതുപോലെ തന്നെ ചിക്കനും ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ മീനെല്ലാം നിരത്തി വെച്ച് കൊടുത്ത ശേഷം അടപ്പടച്ചു കൊടുക്കുക. അടപ്പടച്ചു കൊടുക്കുമ്പോൾ നല്ലതുപോലെ അടച്ചു കൊടുക്കരുത്. അല്പം മാറ്റി വേണം അടപ്പടച്ചു കൊടുക്കാൻ.
ഒരു സൈഡ് വെന്ത് കഴിയുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ രണ്ട് സൈഡും നല്ലതുപോലെ തന്നെ ഫ്രൈ ആക്കി എടുക്കുക. മീനിൽ നിന്നും വരുന്ന എണ്ണയിലാണ് ഫ്രൈ ആയി കിട്ടുന്നത്. കുക്കറിലാവുമ്പോൾ 4 സൈഡിൽ നിന്നും പ്രഷർ വരുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ ഫ്രൈ ആയി കിട്ടും. വാഴയിലയിൽ വെച്ചതുകൊണ്ട് നല്ലൊരു ടേസ്റ്റുമാണ്. കൊളസ്ട്രോൾ ഉള്ളവർക്കും എണ്ണ കൂടുതലായി ഉപയോഗിക്കാൻ പറ്റാത്തവർക്കും ഈ രീതി ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അടുത്തതായി മഴക്കാലത്ത് മല്ലിയും മുളകുമെല്ലാം പെട്ടെന്ന് തന്നെ ഉണക്കിയെടുക്കാനുള്ള ടിപ്പാണ്. മല്ലി നല്ലതുപോലെ കഴുകിയെടുത്ത് അതിൻ്റെ വെള്ളം മുഴുവനും പോയ ശേഷം ഒരു ചെറിയ പാത്രത്തിലാക്കി വെച്ച് കൊടുത്ത് ചൂടായ കുക്കറിലേക്ക് ഒരു സ്റ്റാൻഡ് വെച്ച് കൊടുത്ത് അതിന് മുകളിലായി വെച്ച് കൊടുക്കുക. ഇനി അടപ്പടച്ചു കൊടുക്കുക. കുക്കറിൻ്റെ വെയിറ്റ് ഊരി മാറ്റിയ ശേഷം വേണം അടച്ചു കൊടുക്കാൻ. ഏകദേശം ഒരു 3 മിനിറ്റ് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി. 3 മിനിറ്റ് കൊണ്ട് തന്നെ മല്ലി നല്ലതുപോലെ ചൂടായി കിട്ടും. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇനി ഈ മല്ലി പുറത്തെടുത്ത് ഒരു പരന്ന പാത്രത്തിലേക്ക് നിരത്തിയിട്ട് കൊടുക്കുക. കഴിഞ്ഞിട്ടില്ല. ഇനി ഈ ചൂടാക്കിയെടുത്ത മല്ലി ഒന്നുകൂടി വറുത്തെടുക്കണം. അതിനെ ആ കുക്കറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കുക. കൂടെ തന്നെ 2-3 തണ്ട് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 സ്പൂൺ പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഇട്ടേക്കാം. അതിൽ ഞാൻ പെരിഞ്ജീരകം ചേർത്തിട്ടില്ലായിരുന്നു. ഇതിൽ ചില ടിപ്പുകളൊക്കെ ഞാൻ നേരത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. അതിനൊക്കെ ഒരുപാട് ആളുകൾ നല്ല സപ്പോർട്ട് തന്നിരുന്നു. ഇങ്ങനെ പെരിഞ്ജീരകം കൂടെ ചേർത്ത് മല്ലി വറുത്തെടുക്കുമ്പോൾ കൂടുതൽ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുണ്ട്. ഇങ്ങനെയൊക്കെ മല്ലി വറുത്തെടുത്ത് കറി വെച്ച് നോക്കൂ. ഒന്നും പറയാനില്ല, നമ്മുടെ കറിയുടെ മണം അടുത്ത വീട് വരെ പോവും. ഈ കറിവേപ്പിലയൊക്കെ കൈകൊണ്ട് ഇങ്ങനെ ഞെക്കി കൊടുക്കുമ്പോൾ പൊടിഞ്ഞു വരണം. അതാണ് ഇതിൻ്റെ കണക്ക്. ഇതിൻ്റെ ചൂടൊന്ന് മാറിയ ശേഷം മിക്സിയിൽ പൊടിച്ചെടുത്താൽ നല്ല ഫൈൻ പൊടിയായി തന്നെ നമുക്ക് കിട്ടും. ഇതുപോലെ തന്നെ മുളകും നമുക്ക് ഉണക്കിയെടുക്കാൻ പറ്റും. നമ്മൾ കറിക്കൊക്കെ താളിച്ചെടുക്കാനും മറ്റും വറ്റൽ മുളക് കൂടുതലായി വാങ്ങി സൂക്ഷിച്ചു വെക്കുന്ന സമയം, പ്രത്യേകിച്ച് മഴക്കാലമാണെങ്കിൽ പെട്ടെന്ന് തന്നെ പൂത്തു പോകാതിരിക്കാനായി കുക്കറിൽ ഇങ്ങനെ ചെയ്താൽ മതി. മുളക് കഴുകിയെടുത്ത ശേഷം ചൂടായ കുക്കറിലേക്ക് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പ് കൂടി ചേർത്ത് കൊടുത്ത് വറുത്തെടുക്കുക. ഇതിൻ്റെ ചൂട് മാറിയ ശേഷം എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ബോക്സിൽ അടച്ച് സൂക്ഷിച്ചാൽ മതി. ഇതിൽ ഉപ്പിട്ട് വറുത്തെടുത്തത് കൊണ്ട് എത്ര വർഷം കഴിഞ്ഞാലും ഈ മുളക് ചീത്തയാകില്ല. നമുക്ക് കറിക്കൊക്കെ താളിച്ചെടുക്കാനും ചില്ലി ഫ്ലേക്സ് ഉണ്ടാക്കാനും കപ്പയ്ക്കൊക്കെ മുളക് പൊട്ടിച്ചെടുക്കാനും ഒക്കെ ഇങ്ങനെ ആക്കി വെച്ചാൽ എളുപ്പമാണ്. അടുത്തത്, നമ്മൾ കറികൾക്കൊക്കെ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ഡെയിലി ഇങ്ങനെ തേങ്ങ വറുത്തെടുത്ത് അരച്ചെടുക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കുക്കറിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒന്ന് ചുറ്റിച്ചു കൊടുത്ത ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങ ഇട്ട് കൊടുക്കുക. ഒന്ന് നല്ലതുപോലെ മിക്സ് ആക്കി കൊടുത്ത ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുക്കുക. വേണമെങ്കിൽ 2 തണ്ട് കറിവേപ്പില കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനിയും വെയിറ്റ് ഊരി മാറ്റിയ ശേഷം കുക്കറിൻ്റെ അടപ്പടച്ചു കൊടുത്ത് ഒരു ലോ ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് പോയി ഇതുപോലൊന്ന് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഒരു 2-3 മിനിറ്റ് കൊണ്ട് തന്നെ തേങ്ങ വറുത്ത് കിട്ടും. ഇടയ്ക്കിടയ്ക്ക് പോയി ഒന്ന് കുലുക്കി കൊടുത്താൽ മതി. എല്ലാ തേങ്ങയും ഒരുപോലെ തന്നെ വറുത്ത് കിട്ടും. നമ്മൾ സാധാരണ തേങ്ങ വറുത്തെടുക്കുമ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഇങ്ങനെ കുക്കറിൽ വെച്ച് കൊടുത്താൽ ആ സമയം കൊണ്ട് നമുക്ക് മറ്റു ജോലികളൊക്കെ ചെയ്യാൻ പറ്റും. കുക്കറിന് നല്ല അടികട്ടി ഉള്ളത് കൊണ്ട് തന്നെ അടിക്ക് പിടിക്കാതെ നല്ല ചൂടോട് തന്നെ മൂത്ത് നല്ലതുപോലെ കിട്ടും. അപ്പോൾ ഇതും ഒന്ന് ചെയ്ത് നോക്കൂ, ഉപകാരമാകും. അടുത്തത്, നമുക്ക് പഴുപ്പിക്കാനുള്ള പഴമൊക്കെ പെട്ടെന്ന് തന്നെ പഴുത്ത് കിട്ടാനായി ഇങ്ങനെയൊന്ന് ചെയ്ത് നോക്കൂ. നമുക്ക് പഴുപ്പിക്കാനുള്ള ഏത് ഫ്രൂട്ട്സ് ആയാലും ഒരു ന്യൂസ് പേപ്പറിൽ നല്ലതുപോലെ പൊതിഞ്ഞെടുത്ത് കുക്കറിനുള്ളിലേക്ക് വെച്ച് കൊടുക്കുക. അതിനുശേഷം ഒരു ചെറിയ സ്റ്റീൽ ഗ്ലാസ്സിലോ പാത്രത്തിലോ ഒരു ചെറിയ പേപ്പർ കത്തിച്ച് വെച്ച ശേഷം കുക്കർ അടച്ചു കൊടുക്കുക. ഇങ്ങനെ നമ്മൾ രാത്രിയിൽ വെച്ചാൽ രാവിലെയും അല്ലെങ്കിൽ രാവിലെ വെച്ചാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും പഴം നല്ലതുപോലെ പഴുത്ത് കിട്ടും. പേപ്പർ കത്തിക്കുന്നതിന് പകരം ഇതുപോലൊരു തിരി കത്തിച്ചു കൊടുത്താലും മതി. ഏത് ഫ്രൂട്ട്സും നമുക്ക് ഇതുപോലെ തന്നെ പഴുപ്പിച്ചെടുക്കാൻ പറ്റും. പേപ്പർ കത്തിക്കുന്ന പുക കൊണ്ട് ഫ്രൂട്ട്സ് നല്ലതുപോലെ തന്നെ പഴുത്ത് കിട്ടും. ഇങ്ങനെയൊക്കെ ചെയ്യാനായി ഇതുപോലുള്ള ഉപയോഗിക്കാത്ത കുക്കറുകൾ മാത്രം മതി. മിക്ക വീടുകളിലും നമ്മൾ രാവിലെ ചായയൊക്കെ റെഡിയാക്കി വെക്കുമ്പോൾ ഓരോരുത്തരായി അവരവരുടെ സമയത്താണ് കുടിക്കാനായി വരുന്നത്. നമുക്ക് ഓരോരുത്തർക്കായി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ ഓരോരുത്തർക്കും ചൂടാക്കി കൊടുക്കണം. അങ്ങനെ നമ്മുടെ സമയവും ഗ്യാസും നഷ്ടമാവും. ഇങ്ങനെ ചായ ഒരുമിച്ച് കുക്കറിൽ ഇറക്കി വെച്ച് അടച്ചു കൊടുക്കുക. 2-3 മണിക്കൂർ നല്ല ചൂടോടുകൂടി തന്നെ ചായ ഇരിക്കും. എന്തായാലും 3 മണിക്കൂറിനുള്ളിൽ വീട്ടിലുള്ളവരെല്ലാവരും ചായ കുടിച്ചു കഴിയും. ഫ്ലാസ്കിൽ ഒഴിച്ചു വെക്കുമ്പോൾ പലർക്കും അതിൻ്റെ ടേസ്റ്റ് പിടിക്കില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഉടനെ ഉണ്ടാക്കിയ ചായ പോലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ കുടിക്കാൻ പറ്റും. ഇതും നല്ലൊരു സൂപ്പർ ടിപ്പാണ്. ഓരോരുത്തരായി വരുമ്പോൾ നല്ല ചൂടോടെ തന്നെ കൊടുക്കാൻ പറ്റും. നമ്മൾ ഉപയോഗിക്കാതെ മാറ്റി വെച്ചിരിക്കുന്ന കുക്കറുകൾ കൊണ്ട് ഇങ്ങനെ ഒരുപാട് ഉപയോഗങ്ങളുണ്ട്.
അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരമായി എന്ന് തോന്നുന്നുവെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, കമൻസിലൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെല്ലൈക്കണും ഓൾ എന്ന ഓപ്ഷനും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ മറ്റൊരു നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.